ഇത് കുറച്ച് ലൂസാണല്ലോ. ആ വായി നോക്കിയാള് ഭക്ഷണം വാങ്ങിക്കാൻ പോയിരിക്കല്ലേ. ഈ സമയത്ത് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചാ ചിലപ്പോ ആ ഫോണെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. അഴിച്ചെടുക്കുന്നതിന് മുമ്പ് ആ പന്നന്മാര് വരാതിരുന്നാ മതിയായിരുന്നു. സത്യമേ, എന്താ ഇതെന്തു പറ്റി? നീ എവിടെയായിരുന്നു? അത് ഒരു സംഭവം ഉണ്ടായി സത്യമേ. അയ്യോ, നിന്റെ തലയ്ക്ക് എന്തു പറ്റി? നിന്റെ ഒപ്പം വന്ന സുസ്മിത എവിടെ? ഇല്ല, ഞാൻ പറയാം സത്യമേ. ഇത്രയുള്ളൂ. നേരെ ചൊവ്വയൊന്ന് കെട്ടിയിടാൻ പോലും അറിയാത്തവന്മാരാ കിഡ്നാപ്പ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കുള്ള കിഡ്നാപ്പിംഗുകാർ കൂടി നാണക്കേട്. അലവലാദികൾ. ഇനി ഇതുകൂടെ പെട്ടെന്ന് അഴിക്കാം. അല്ലെങ്കിൽ വേണ്ട, അത് ബുദ്ധിയല്ല. കെട്ടഴിക്കുമ്പോഴോ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴോ അവരാരെങ്കിലും വന്നാ എന്നെ പിന്നെയും പിടിക്കും. പിന്നെ ചിലപ്പോ ഇപ്പൊ കിട്ടുന്ന സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാവും. എന്നെ അവർ നുണ പരിശോധനയ്ക്ക് കൃത്യമായിട്ട് ഹാജരാക്കുകയും ചെയ്യും. ഫോൺ എടുത്ത് ഭാമാന്റെ വിവരം അറിയിക്കുക ബുദ്ധി. ഭാമാന്റെ പോലീസുമായി വന്ന് എല്ലാത്തിനും പൊക്കട്ടെ. അതോടെ ശാലിനി പെടും. ബോധമില്ലാതെ കിടന്ന എന്നെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലാക്കി. ബോധം വീണപ്പോ ഞാൻ നേരെ ഇങ്ങി പോരുമായിരുന്നു കാര്യം പറയാനായിട്ട്. സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയെന്നോ? ആ അതെ. തട്ടിക്കൊണ്ടുപോയത് ആരാന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ നിനക്ക്? അവര് മുഖം മറച്ചിരുന്നു സത്യമേ. കാർ നമ്പർ നോട്ട് ചെയ്തോ? നമ്പർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ബോധം പോയതോടെ അതെല്ലാം തലേന്ന് പോയി. ഇപ്പൊ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ദൈവമേ. എന്താ സത്യാമ്മ ഒരു കൺഫ്യൂഷൻ പോലെ? സുസ്മിത ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. സത്യാമ്മേ, രോഹിത് കേസിൽ നാളെയാണ് സുസ്മിതയുടെ നുണപരിശോധന. സത്യാമ്മ സുസ്മിതയൊക്കെ സമ്മതം പറഞ്ഞിട്ടാ ഞാനതിന് കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിയത്. അതിനിടയില് സുസ്മിത പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മാഡം,
ഈ കേസ് മാഡത്തിനെ പോലൊരു ഉന്നത ഉദ്യോഗസ്ഥയെ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിസഭയിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാ. ദേ, എനിക്കിവിടെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവച്ഛവമായി മുകളിലത്തെ നിലയിൽ കിടക്കുന്ന പെൺകുട്ടി എന്റെ മകളാ. നേരത്തെ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. സുസ്മിതയാണല്ലോ. എടുക്കാൻ വരട്ടെ. തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ സുസ്മിത. സത്യമ്മ സ്പീക്കറിലിട്. ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ഹലോ മാമന്റെ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. ആര് പറഞ്ഞ ഭാമന്റെ വിശ്വസിക്കില്ല. ശാലിനിയ ഭാമന്റെ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നെ. ശാലി, പിന്നെ നീ എങ്ങനെ ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്നേ? കെട്ട് ഞാൻ അഴിച്ചു ഭാമന്റെ. എവിടെയാ സ്ഥലം എന്ന് ചോദിക്കേ. മോളെ മോളെ നീ ഇപ്പൊ എവിടെയാ? സ്ഥലമൊന്നും എനിക്ക് അറിയില്ല ആന്റി. എനിക്ക് പരിചയമില്ലാത്ത ഊടുവഴികളിലൂടെയാ കാറ് വന്നത്. ഒരു ഒരു ഗോഡൌണിനുള്ളിലാ ലൊക്കേഷൻ. മോളെ നീ ആ ലൊക്കേഷൻ എനിക്കൊന്ന് അയക്കേ. അയക്കാം ആന്റി. അധികം സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. ആണുങ്ങളും പെണ്ണുങ്ങളുമായി കുറെ ഗുണ്ടകളുണ്ട് ഇവിടെ. അവരാരെങ്കിലും കണ്ട തല്ലിന്റെ പൊടി പോരാ. ശരി മോളെ, ലൊക്കേഷൻ അയച്ചിട്ട് നീ ഫോൺ വെച്ചോ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി ആന്റി. ലൊക്കേഷൻ ആന്റി കിട്ടിയില്ലേ? കിട്ടി മോളെ, കിട്ടി. എന്തെങ്കിലും ചെയ്യണം ആന്റി. ചെയ്യാം മോളെ. പെട്ടെന്ന് വേണം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധ ശാലിനി നീ കാണിച്ചേ. സത്യാമ്മ പോലീസുമായി വരുന്നതോടെ നിന്റെ കാര്യം കട്ടപ്പോക. ഇനി സുസ്മിതയല്ല പ്രതി, നീ നീ മാത്രം. മാഡം അതെന്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്യും. ഓക്കെ മാഡം, ഞാനും കൂടി വരാം. ഇതെന്റെ പണിയല്ലേ സത്യാമ്മേ. അത് വേറെ ആരും ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. കാര്യങ്ങൾ ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കാം മാഡം. സുസ്മിത കിഡ്നാപ്പ് ചെയ്യപ്പെട്ടെന്നറിഞ്ഞപ്പോ നിങ്ങൾ എന്നെ സംശയിച്ചതുപോലെ ശാലിനി പ്രതിസ്ഥാനത്ത് വരുമ്പോ ന്യായമായും എനിക്ക് നിങ്ങളെയും സംശയിക്കാം. ശാലിനി എന്റെ നല്ലൊരു സുഹൃത്താണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സത്യാമ്മേ. പക്ഷേ അത് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജനിയുടെ അല്ല. ഈ യൂണിഫോം ഇട്ടാ പിന്നെ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി എടുക്കുമ്പോ ശ്രീരഞ്ജനി മുഖം നോക്കാറില്ല. അത് സ്വന്തം അച്ഛനായ പോലും. നല്ല തന്തയ്ക്ക് പറന്നുപോയതിന്റെ ഒരു കുഴപ്പം അത്. ഞാൻ കെട്ടഴിഞ്ഞു പോയിന്ന് അവര് വിചാരിക്കണ്ട. ഒരു ഫിനിഷിംഗ് ഇരിക്കട്ടെ. സുസ്മിതയോടാ കളി. ഓ, ഈ പിശാചുകൾക്കാണോ ഇപ്പൊ ഡ്യൂട്ടി? ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന പണി എന്താന്ന് ഇവളുമാർക്കറിയില്ലല്ലോ. പോലീസ് ഓരോന്നിനെയും കൂടടക്കം പൊക്കിക്കോളും. എന്താടി ഒരു പുഞ്ചിരി? എന്തേലും കുഴപ്പമൊപ്പിച്ചിട്ടുണ്ടോ ഇതിനിടെ? ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കാനാ? നിങ്ങളെന്നെ കെട്ടിയിട്ടിരിക്കല്ലേ? ആന ചങ്ങലയിലാണെങ്കിൽ സൂക്ഷിക്കണം. നിന്റെയൊക്കെ കാര്യം അങ്ങനെയാ. ഇതെന്താടി അഴിഞ്ഞു കിടക്കുന്നേ? രത്നം, ഇതൊന്ന് മുറുക്കിക്കട്ടെ.
ഇത് നല്ലപോലെ അഴിഞ്ഞിട്ടുണ്ടല്ലോ. വേദനിക്കുന്നു. ആ, കുറച്ച് വേദനിച്ചോട്ടെ. ആ ഇവിടെ നിന്നിരുന്നവന്മാരൊക്കെ എവിടെ? ആ, എന്താ അവന്മാരുടെ പേര്? ആ വേല നിന്റെ മനസ്സിൽ വെച്ചാ മതി. അത്യാവശ്യം ബുദ്ധിയൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. ദേ വരുന്നുണ്ടല്ലോ. എവിടായിരുന്നല്ലോ നിങ്ങള്? ഞങ്ങള് ഭക്ഷണം വാങ്ങാൻ. ഓ മണ്ടന്മാരെ, അതിനെന്തിനാ രണ്ടുപേര്? എന്തേലും മണ്ടത്തരം കാട്ടി ഇവളെങ്ങാനും രക്ഷപ്പെട്ട് പോയാലുണ്ടല്ലോ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സരോജക്ക. ആ എന്നാലേ ഞങ്ങള് പുറത്തേക്കൊന്ന് പോവാ. ഈ മുതലിനെ ഒന്ന് നേരെ നോക്കിക്കോണേ. ഈ പിശാചുക്കള് പോവാണോ? ഇവക്ക് കഴിക്കാൻ നിനക്കേ തിന്നാനെന്തെങ്കിലും വേണോടി? തിന്നാനോ? ഞാനെന്താ പട്ടിയാണോ? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എന്നാലേ എനിക്ക് വേണ്ട. ആ വാക്കൊന്നേ നിന്റെ നാവിന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ഇതേ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ഇനി ഒരു മണി ചോറ് കണി കാണണമെങ്കിൽ നീ കരഞ്ഞു കാല് പിടിക്കണം. നീയൊക്കെ ഇനി ഗോതമ്പുണ്ടേ അടിയെ തിന്നാൻ പോന്നേ. ഇവളുമാരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റിയെങ്കിൽ പോലീസ് ഇവളുമാരെ തൂക്കിയേനെ. ആ അല്ല, നിങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് പോവാണോ? നമുക്കിവിടെ എന്തെങ്കിലും കഥ പറഞ്ഞിരിക്കാം. അയ്യടാ, കഥ പറയാൻ പറ്റിയൊരു സാധനം അല്ല, ഞാനൊരു പെണ്ണല്ലേ. ഈ ആണുങ്ങളുടെ കൂടെ തനിച്ച്. പെണ്ണുങ്ങളല്ലേ പേടിക്കേണ്ടത്? നീ അതൊന്നും അല്ലല്ലോ. ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്നേ എനിക്ക് പേടിയുള്ളൂ. മോനെന്തിനാ പുറത്തേക്ക് വന്നത്? കിടന്നോളാൻ മേലായിരുന്നോ? കിടന്ന് ബോറടിച്ചു തുടങ്ങി ശാരദാമ്മേ. 3-4 മാസം ഒരേ കിടപ്പല്ലായിരുന്നോ? ഇപ്പോ എഴുന്നേറ്റ് നടക്കാനായിട്ടും പുറത്തിറങ്ങാൻ നിർവാഹമില്ല. പുറത്തൊക്കെ ഇറങ്ങാൻ കൊതിയാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ അവസ്ഥ. പക്ഷെ ഇപ്പൊ ജീവൻ രക്ഷിക്കുക പ്രധാനം. ആ വിജയന്റെയോ അവന്റെ ആൾക്കാരുടെയോ മുന്നിൽ ചെന്നൊന്നും പെടണ്ട. ഈ സമയത്ത് തന്നെ നാട്ടിലേക്ക് പോണോ ശാരദാമ്മേ? പോയേ പറ്റൂ രാച്ചമ്മേ. സുസ്മിത സംഘടിപ്പിച്ചു തന്ന ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. പ്രീതിയുടെ ആഭരണങ്ങള് ഞാൻ മോഷ്ടിച്ചു എന്നും പറഞ്ഞ്. കേസ് തീർപ്പായെങ്കിലും തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ വിട്ടുകിട്ടിയിരുന്നില്ല. ആഭരണങ്ങൾ വിട്ടുകിട്ടാൻ സാക്ഷിയായി ഞാനും ഒപ്പിടണു അത്രേ. പിന്നെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്നും ഈ വനവാസം പറ്റില്ലല്ലോ ഇവന്. ഈ അവസ്ഥയില് വിജയന്റെ കണ്ണ് വെട്ടിച്ച് രോഹിത്തിനെ പുറത്തെത്തിക്കാൻ നമ്മൾ 3 പെണ്ണുങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. അതിനിപ്പോ ഒരാളെ കൊണ്ടേ സാധിക്കും. എന്റെ വിഷ്ണുമോന്. അമ്മ പോയിട്ട് വരാം മോളെ. മോനെ, മോനൊന്നും കൊണ്ടും പേടിക്കണ്ട. എന്റെ മോളെയും കൂടി ഇവിടെ നിർത്തിയിട്ടാണല്ലോ ഞാൻ പോകുന്നത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. രാജ്യമേ, എന്റെ 2 മക്കളെയാ ഞാൻ രാജ്യമേ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കൂന്നറിയാം. എന്നാലും
ശാരദാമ്മ പോയിട്ട് വാ. മോളെ, അമ്മ പോയിട്ട് വരാം. ശരി. കാഴ്ച കിട്ടുമ്പോ ആ മൂവ നേരി കാണുന്നെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടേ വേണ്ട. ഷാരിക്ക് മുമ്പുണ്ടായിരുന്ന ആ ചെറിയ ലോകം തന്നെ മതി. ഈ ഭാമാൻറ്റി എന്താ പോലീസിനെ കൊണ്ട് വരാത്തെ? ആ സമയത്ത് ശാലിനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താ ചെയ്യാ? അതെ, ശാലിനി എപ്പോഴാ വരിക? ആരാ ശാലിനി? പഠിച്ച കള്ളന്മാരാ. അത് പറഞ്ഞപ്പോഴാ ആശാൻ വരാന്ന് പറഞ്ഞിട്ടില്ലേ? എടാ, വിഷ്ണു ആശാന്റെയും ശാലിനി അടുത്തിടെയും പേര് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലടാ പൊട്ട. മണ്ടന്മാര്. അയ്യോ, തല പോയാലും ഞാൻ ഇവളുടെ മുമ്പ് വെച്ച് അവരുടെ പേര് പറയില്ല. ആ, എങ്കിൽ ആശാൻ ഇപ്പൊ വരും. ഇവളുടെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ? നീ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ രഹസ്യമൊന്നും പുറത്തു പോകാതിരുന്നത് നമ്മുടെ ഭാഗ്യം. ഈശ്വര, ആരും ഇല്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. അപ്പൊ വിഷ്ണുവേട്ടൻ ഇപ്പൊ വരും. വിഷ്ണുവേട്ടനായാലും മതി. വിഷ്ണുവേട്ടൻ വഴി ശാലിനിയെ തൂക്കാം. ആശാനോടൊന്ന് ചെന്ന് നോക്കണം. വിട്ടോടാ, അതേ പോലീസ് ഓടിക്കോ. പ്ലീസ് ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ പ്ലീസ്. കെട്ടഴിക്കണോ? ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടോ? എന്നെ പോലെ മാന്യയും ഉന്നത കുലജാതയുമായ ഒരു പെൺകുട്ടി പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ട് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? കേരള പോലീസ്. മൈ ഫുഡ്. പോലീസിനെ പറഞ്ഞ ഓടിച്ച് ചെവിക്കുറ്റി പൊട്ടിക്കും ഞാൻ. എന്നാ തല്ല്, തല്ലി അങ്ങ് കൊല്ല്. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളൂ. വരുന്നവരും പോകുന്നവരും എല്ലാരും കൈവയ്ക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ചോദിച്ചേ? ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? സിറ്റിസണോ?
സിറ്റിസൺ ഇവിടെ എന്താ സെറ്റപ്പ്? വിഷ്ണുവിനെ ശാലിനിയും കൂടെ തട്ടിക്കൊണ്ടു വന്നതാ എന്നെ. അവര് ഉടനെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോ ഉടനെ വേണോ അതോ കുറച്ച് കഴിഞ്ഞു മതിയോ? നിങ്ങൾ എന്താ എന്നെ പരിഹസിക്കാണോ? ഐ ഹാവ് മൈ റൈറ്റ്സ്.